ഇത് എവിടെ കയറിയാ നിൽക്കുന്നതെന്ന് കണ്ടോ മക്കളെ നിങ്ങൾ? അതായത് വണ്ടിയിൽ നിന്ന് ഇറങ്ങി ചാടി. ഇന്ന് വർക്ക് ഉണ്ടായിരുന്നു, കാറ്ററിംഗ് വർക്ക്. നമ്മളെല്ലാ ജോലിക്കും പോകണമല്ലോ. കാരണം ഇന്നത്തെ ലോകത്ത് നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണമാണ്. മറ്റെന്തിനേക്കാളും ഉപരി നമുക്ക് വേണ്ടത് പണമാണ്. നിങ്ങളത് ജീവിക്കാൻ നേരം ജീവിതത്തിൽ നിങ്ങളത് മറക്കരുത്. പണത്തിൻ്റെ വിലയും പണത്തിനുള്ള ഇമ്പോർട്ടൻസും. അത് കാരണം നമ്മുടെ കാറ്ററിംഗ് ഞാൻ ചെയ്യാത്ത ജോലിയില്ല. ജോണി സിൻസിൻ്റെ 10 ഇരട്ടി ജോലി ഞാൻ ചെയ്തിട്ടുണ്ട്. കാരണം എനിക്ക് തന്നെ ഓർമ്മയില്ല എന്തെല്ലാം തരത്തിലുള്ള ജോലി ഞാൻ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടെന്ന്. പിന്നെ വേണ്ട നമുക്ക് ഒരുപാട് ഹെൽപ്പ്. അത് നമ്മുടെ കൂടെ ജോലി ചെയ്യാനുള്ള ടീംസാണ് അവരെല്ലാവരും. അത് ഭായിമാരുണ്ട്, നമ്മുടെ കൂട്ടുകാരൻ മലയാളിയുണ്ട്. ഞാൻ നമ്മുടെ വണ്ടിയെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പുറകെ നിൽക്കുന്ന 2 സുഹൃത്തുക്കളെ കണ്ടില്ലയോ? ഒരുത്തൻ നേഴ്സും പിന്നെ ഒരുത്തൻ എന്തോ ലാബ് ടെക്നീഷ്യൻ, അങ്ങനെ എന്തോ ഒരു സംഭവമാണ്. ഞാൻ നമ്മുടെ ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്. നമ്മളങ്ങനെ പുറകെ നിൽക്കത്തില്ല. ഇതാണ് നമ്മുടെ ഡ്രൈവർ മാമൻ. ഞാൻ വണ്ടിയുടെ ഫ്രണ്ടിലൊക്കെ ഇരുന്ന് ഇങ്ങനെ പോകുമ്പോഴാണ് പിന്നെ ഈ കാറ്ററിങ്ങിന് പോയി കഴിഞ്ഞാൽ ഫുഡ് ഉണ്ടല്ലോ. അതാണ്ട് നല്ല ഫ്രൈഡ് റൈസ്, ദം ബിരിയാണി, ചിക്കൻ, പിന്നെ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതെല്ലാം ഉണ്ട്. അതുകൊണ്ട് ബിരിയാണിയൊക്കെ പൊതിയുന്നത് നിങ്ങൾ കണ്ടില്ലയോ? അപ്പം നിങ്ങൾക്ക് ഫുഡും കിട്ടും, ഇച്ചിരി ക്യാഷും കിട്ടും. അത്ര വലിയ ശമ്പളമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഡെയിലി കുറച്ച് ക്യാഷും കിട്ടും, നിങ്ങൾക്ക് ഫുഡും കിട്ടും. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞിട്ട് എന്താ പറയുക, നിങ്ങൾ നല്ല പോലെ ജോലി ചെയ്തിട്ട് പണം ഉണ്ടാക്കുക. നല്ല നല്ല രീതിയിൽ പണം ഉണ്ടാക്കുക. നേരെ കേസ് ഞാൻ കൊതുകുതിരി മേടിക്കാൻ വന്നതിന് നമ്മുടെ വീട്ടിലൊരു ചേച്ചി പറഞ്ഞ്, നമ്മുടെ കൂടെ ഒരു ചേച്ചി പറഞ്ഞ് കൊതുകുതിരി വേണമെന്ന്. എനിക്ക് മറ്റു കുഴപ്പമൊന്നുമില്ല, കൊതുകുതിരി ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ എനിക്ക് രാത്രി പ്രശ്നമൊന്നുമില്ല. പക്ഷേ പുള്ളിക്കാരി പറഞ്ഞൊരു കൊതുകുതിരിയും കൂടെ വേണമെന്ന്. കാരണം AC മറ്റോ കാര്യങ്ങളൊന്നും ഉള്ള റൂമല്ലേ. നേട്ടെ ഈ വേഷത്തിലാണ് ഞാൻ നമ്മുടെ കാറ്ററിംഗ് ജോലിക്ക് പോയത്. എങ്ങനെയുണ്ട്? നനഞ്ഞ വശം മൊത്തം കുളിച്ചു കേട്ടോ. ഭയങ്കര മഴയായിരുന്നു പോകുന്ന വഴിയില്ല. എന്തുവാ മഴയാണെങ്കിലും വെയിലാണെങ്കിലും പണിയെടുക്കുക, പണം ഉണ്ടാക്കുക, ആ ഒരു സൈക്കോളജി ഫോളോ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അത് കാരണം എന്താ പറയുക, എല്ലും മുറുകിയ പണിയെടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അത് കാരണം കഷ്ടപ്പെട്ട് ഞാൻ പണിയെടുത്തു. കാരണം എന്താ വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ ഇൻകത്തെയാണ്. അപ്പം ആ സ്ഥിതിക്ക് ഇപ്പം നമ്മുടെ കൂടെ ഒരാൾ, ഇപ്പം നമ്മളെ വിശ്വസിച്ച് നമ്മളോട് ഒരാൾ ഇറങ്ങി വരുന്നെങ്കിൽ അവരൊരിക്കലും പട്ടിണി കിടക്കത്തില്ല എന്നൊരു ഉറപ്പ് വേണം. കാരണം നമ്മൾ പണിയെടുക്കുന്നുണ്ട്. നമ്മുടെ കൂട്ടുകാരനിത് അവിടുത്തെ വെള്ളം വെട്ടിവിടുന്നതാണ് നിങ്ങൾ കാണുന്നത്, മഴ ആയതുകൊണ്ട്. ഞാൻ എന്നിട്ട് പിന്നെ പ്ലേറ്റൊക്കെ എണ്ണുവാണ്, ഇത്ര പ്ലേറ്റ് എണ്ണണമെന്ന് പറഞ്ഞ്.